ഹലോ എവ്രി വൺ, ഐ എം സമീറ അജ്മൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അരുന്ധതി റോയുടെ ദ ഗ്രേറ്റ് ഇന്ത്യൻ റേപ്പ് എന്ന വർക്കിനെ കുറിച്ചാണ്. റോയുടെ ഈ ഒരു വർക്കിലൂടെ അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ശേഖർ കപൂർ ഡയറക്റ്റ് ചെയ്ത ബണ്ടിറ്റ് ക്വീൻ എന്ന സിനിമയെയാണ്. ഇതിലെ കഥ എന്ന് പറയുന്നത് ഫൂലൻ ദേവിയെക്കുറിച്ചാണ്. ഉത്തർപ്രദേശിലെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഫൂലൻ ദേവിയെ 11ാം വയസ്സിൽ വൃദ്ധനായിട്ടുള്ള ഒരാളുമായി വിവാഹം കഴിപ്പിക്കുകയും പകരമായിട്ട് പശുവിനെയും ബൈസിക്കിളുമാണ് അവർ എക്സ്ചേഞ്ച് ആയിട്ട് സ്വീകരിച്ചത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ ലൈംഗിക അതിക്രമത്തിന് വിധേയമാകുകയും ചെയ്ത് അതിജീവിച്ചു വന്നിട്ടുള്ള ഒരു സ്ത്രീയുടെ കഥയാണിത്. അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് ഇമാജിനേഷൻ ആഡ് ചെയ്ത് സിനിമ വിജയമാക്കാൻ പലതും കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ സിനിമയെ വിമർശിക്കുകയാണ് അവർ ചെയ്യുന്നത്. അതിന് കാരണമായി അവർ പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില പ്രധാന പ്രശ്നങ്ങളെക്കുറിച്ച്. അതിലൊന്നാണ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഫൂലൻ ദേവി ഒരു താഴ്ന്ന ജാതിയിൽ പെട്ടതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെട്ടത് എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, നാനാത്വത്തിൽ ഏകത്വം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, ഇന്ത്യ ഒരു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഉള്ള രാജ്യമാണ് എന്ന് പറയുമ്പോഴും ഇന്ത്യൻ ജനത ഇപ്പോഴും ഭാഷയുടെ അടിസ്ഥാനത്തിൽ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ, ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് വിവേചനം നേരിടുന്ന ഒരു രാജ്യമാണ് എന്ന് നമ്മൾ പല അനുഭവങ്ങളിലൂടെ കാണുന്നതാണ്. ഇത്തരത്തിലുള്ള വിവേചനത്തിനിരയാക്കപ്പെട്ട ഒരു സ്ത്രീയാണ് ഫൂലൻ ദേവി എന്നുള്ളത്. അതുകൊണ്ട് റോയ് വിമർശിക്കുന്നത് ഇത്തരത്തിലുള്ള പാട്രിയാർക്കിക്കൽ സിസ്റ്റത്തെയും കാസ്റ്റ് സിസ്റ്റത്തെയും ഇത്തരം വിവേചനത്തെയും. ഈ സിനിമ റിലീസാകുമ്പോൾ ഈ ഫൂലൻ ദേവി ജീവിച്ചിരിക്കുന്ന സമയത്താണ്. അപ്പോൾ റോയ് പറയുന്നത് നമ്മുടെ സമൂഹം ഫൂലൻ ദേവി ഒരു മനുഷ്യനായി കണക്കാക്കണം, വികാരങ്ങളും ആഗ്രഹങ്ങളും ഫീലിങ്സ് ഒക്കെയുള്ള ഒരു മനുഷ്യനായിട്ട് നമ്മുടെ സമൂഹം കണക്കാക്കേണ്ടതുണ്ടെന്ന് അവർ പറയുന്നു. അപ്പോൾ റോയിയെ പോലുള്ള ഒരു സാമൂഹിക പ്രവർത്തകയ്ക്ക് ഇത്തരത്തിൽ റേപ്പിന് വിധേയമാക്കപ്പെട്ട് ജീവിച്ചിരിക്കുന്ന സ്ത്രീകളെ പൊതു ഉപയോഗ വസ്തുവായിട്ട് ഈ ബണ്ടിറ്റ് ക്വീൻ പോലെയുള്ള സിനിമയിൽ അവതരിപ്പിക്കുന്നതിനെ ശക്തമായി വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റോയ് വിമർശിക്കുന്നത് ഈ സിനിമയുടെ ഡയറക്ടറും പ്രൊഡ്യൂസർക്കും തന്നെ യഥാർത്ഥ സംഭവത്തിൽ യഥാർത്ഥ കഥയെക്കുറിച്ച് ഒരു തരത്തിലുള്ള ഉത്കണ്ഠയും ഇല്ലാതെയാണ് സിനിമ നിർമ്മിച്ചതെന്ന്. ഈ സിനിമ നിർമ്മിക്കാൻ അവർ ഉപയോഗിച്ച സോഴ്സ് എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ആ ബുക്ക് എഴുതിയിട്ടുള്ളത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകളുടെയും ഇൻ്റർവ്യൂയുടെയും മീറ്റിംഗ്സിൻ്റെയും അതുപോലെ റിട്ടേൺ അക്കൗണ്ട്സിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ കഥ എഴുതിയിട്ടുള്ളത്, ഈ ബുക്ക് എഴുതിയിട്ടുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചതെന്ന് പറയുന്നത്. ഈ ബുക്കിലെ ചില സംഭവങ്ങൾ ഫൂലൻ ദേവിയുടെ യഥാർത്ഥ ജീവിതത്തിലെ സംഭവങ്ങളുമായി ഒരു ബന്ധവും ഇല്ലാത്തതാണ്. അതിൽ പല കാര്യങ്ങളും പല ഇൻസിഡൻസും അങ്ങനെയുള്ളതാണ്. അത് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വളരെയധികം ഉത്കണ്ഠയുള്ള പ്രാധാന്യം കൊടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റാണ് അരുന്ധതി റോയ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയിൽ ഫൂലൻ ദേവിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ പരിഗണിക്കാതെ നിർമ്മിച്ചിട്ടുള്ള ഈ സിനിമയെ അവർ വിമർശിക്കുന്നു. പ്രധാനമായും റോയ് ആരോപിക്കുന്നത് ഈ സിനിമയിൽ ഡയറക്ടർ ഈ സിനിമയുടെ വാണിജ്യ വിജയത്തിന് വേണ്ടി ഡയറക്ടറുടെ ഇമാജിനേഷൻ ആഡ് ചെയ്തുകൊണ്ട് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ പോലും പരിഗണിക്കാതെ നിർമ്മിച്ചത് കൊണ്ടാണ് ഈ സിനിമയെ അവർ പ്രധാനമായും ആരോപിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വത്തെയാണ് അവരെ ചോദ്യം ചെയ്യുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം എന്ന് പറയുന്നത് ഒരു ആഗോള വിഷയം തന്നെയാണ്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് പുരുഷ മേധാവിത്വവും അധികാരവും, പ്രത്യേക പുരുഷനുള്ള അധികാരവും ഒക്കെയാണെന്നാണ് പറയുന്നത്. സ്ത്രീകളുടെ സംരക്ഷണത്തിന് ഒരുപാട് നിയമങ്ങളുണ്ടെങ്കിലും പലപ്പോഴും അത് പാലിക്കപ്പെടാറില്ല. അതുപോലെ തന്നെ ഒരു അടിയന്തര നടപടികൾ ഒരിക്കലും പെട്ടെന്ന് സ്വീകരിക്കപ്പെടാറില്ല. ഇതൊക്കെ മൂലം തന്നെ സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിൽ അനുഭവിക്കും. ഇന്ത്യയിൽ ഇന്നും പുരുഷാധിപത്യം, പാട്രിയാർക്കി നിലനിൽക്കുന്നുണ്ട്. ഇത് സ്ത്രീകളുടെ ജീവിത രീതിയെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. ഈ പുരുഷ മേധാവിത്വം പോലും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അതിന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ പാട്രിയാർക്കിക്ക് ബെസ്റ്റ് ഉദാഹരണമാണ് ഈ സിനിമയിൽ 2 സംഭവങ്ങൾ. ഫൂലൻ ദേവിയുടെ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ച 2 ഇൻസിഡൻസ് ഈ സിനിമയിൽ എലിമിനേറ്റ് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതിലൂടെ പ്രൂവ് ചെയ്യുന്നത് ഈ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന പാട്രിയാർക്കിയാണ്. സിനിമയിൽ ഒഴിവാക്കിയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ്, ഫൂലൻ ദേവിയുടെ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ച ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്, അവരാദ്യമായിട്ട് ഈ സിനിമയിൽ പറയുന്നത് അവരാദ്യമായിട്ട് ഫൂലൻ ദേവി റിയാക്ട് ചെയ്യുന്നത്, പ്രതികരിക്കുന്നത് അവരെ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, അവർ ലൈംഗിക അതിക്രമത്തിന് വിധേയമായപ്പോൾ എന്നാണ് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ
അവർ 10 വയസ്സായപ്പോൾ അവരുടെ പാരൻസിൻ്റെ ഭൂമി അച്ഛൻ്റെ സഹോദരൻ പിടിച്ചാക്കുകയും അവരെ വീട്ടിൽ നിന്ന് അവരുടെ ലാൻഡിൽ ഭൂമിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്ന ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. ആ ഇൻസിഡൻറ്റിന് ഈ ഒരു സിനിമയിൽ അവർ അവതരിപ്പിച്ചിട്ടില്ല, അത് ഒഴിവാക്കുകയാണ് ചെയ്തത്. സമൂഹത്തിൽ ഇത്തരത്തിലുള്ള അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന പൂലം ദേവിയുടെ ആ ഒരു യഥാർത്ഥ സംഭവം ഈ സിനിമയിൽ നിന്ന് ഒഴിവാക്കുകയാണ് ഉണ്ടായത്. ഈ സിനിമയിൽ ഒഴിവാക്കിയ മറ്റൊരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് പൂലം ദേവിക്ക് അണ്ഡാശയ മുഴ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഗർഭാശയം റിമൂവ് ചെയ്യുന്ന, അവരുടെ അനുവാദമില്ലാതെ റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ ചോദ്യം ചെയ്യുമ്പോൾ ആ ഡോക്ടർ നൽകുന്ന മറുപടി എന്ന് പറയുന്നത് ഇനിയൊരു പൂലം ദേവി അവിടെ വളരാൻ പാടില്ല എന്ന രീതിയിൽ അതിനെ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ താൻ നേരിടുന്ന അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന സ്ത്രീയായ പൂലം ദേവിയെ പോലുള്ള അങ്ങനെ ഒരു സ്ത്രീ ഇനി ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ടാണ് അതിനെ നശിപ്പിച്ചെന്ന രീതിയിലാണ് ഡോക്ടർ മറുപടി നൽകുന്നത്. ഇത് നമ്മുടെ സമൂഹത്തിൽ ഒരു ശബ്ദമുയർത്തുന്ന ഒരു സ്ത്രീ വളർന്നു വരുന്നതിനെ അടിച്ചമർത്തുന്ന പുരുഷ മേധാ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സീനുകൾ ഈ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് കാഴ്ചക്കാരൻ ഈ ഇത്തരം പുരുഷ മേധാവിത്വത്തെ അവർ അനുകൂലിക്കുന്നത് കൊണ്ടും സ്ത്രീയെ വളരാൻ അനുവദിക്കാത്തൊരു സമൂഹത്തിൻ്റെ കാഴ്ച അവർ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഈ സിനിമ ഇതിന് ഒഴിവാക്കി, ഈ 2 ഇൻസിഡൻറ്റ് ഒഴിവാക്കി എന്നതാണെന്നാണ് അരുന്ധതി റോയ് വിമർശിക്കുന്നത്. അരുന്ധതി റോയ് ദ ഗ്രേറ്റ് ഇന്ത്യൻ റേപ്പിലൂടെ ഈ ഒരു ഫിലിമിനെ വിമർശിക്കുന്ന അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് അരുന്ധതി റോയ് എന്ന ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് സാഹിത്യകൃതികൾ സിനിമ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കല മാത്രമല്ല, പകരം സമൂഹത്തിലെ സ്ത്രീകളുടെ സമത്വത്തിനും നീതിക്കും വേണ്ടിയുള്ള ആയുധമായിട്ടാണ് ഈ കലയെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീ ശബ്ദം പുറത്ത് കേൾപ്പിക്കുക, സ്ത്രീകളുടെ ശബ്ദം ഉയരാൻ വേണ്ടി അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ അതിനു വേണ്ടിയാണ് സാഹിത്യകൃതികൾ, അത് ജസ്റ്റ് ഒരു കല മാത്രമല്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ദി ഗ്രേറ്റ് ഇന്ത്യൻ റേപ്പ് എന്ന കൃതിയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഈ ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല, ഞാനിത് ഒരുപാട് സെർച്ച് ചെയ്തു, എനിക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ല. പകരം ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തതിന് ശേഷം എനിക്ക് ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ദി ഗ്രേറ്റ് ഇന്ത്യൻ റേപ്പിനെ കുറിച്ചുള്ള ഒരു ക്രിട്ടിക്കൽ അനാലിസിസിൻ്റെ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ദാറ്റ്സ് ഇറ്റ്. ഐ ആം സമീറ അജ്മൽ സൈനിങ് ഓഫ്.